ഹലോ ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സൺഫ്ലവറിൻ്റെ ഒരു കീ ചെയിനാണ്. വളരെ ക്യൂട്ടാണ് ഈ കീ ചെയിൻ കാണാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വളരെയധികം സിമ്പിളാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 3 കളർ യാണാണ്: ഗ്രീൻ, ബ്രൗൺ, യെല്ലോ. ഇതിൽ യെല്ലോയും ബ്രൗണും കോട്ടൺ ഡിലൈറ്റ് ആണ്. ഗ്രീൻ കളറ് ഹോബി സ്റ്റോറിൻ്റെ യാണാണ്. യൂസ് ചെയ്തിരിക്കുന്ന ഹുക്ക് സൈസ് 3mm ഹുക്കാണ്. പിന്നെ ടാപ്പസ്ട്രി നീഡിൽ, അതുപോലെ കീ ചെയിൻ ഉണ്ടാക്കാൻ ഇതുപോലത്തെ റിങ് വേണം. ഇത് കൂടാതെ സിസേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടുള്ള ഫൈബറും നമുക്ക് വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 12 ചെയിനാണ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ 1, 2, 3. അപ്പോൾ നമ്മളിവിടെ 12 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ തേർഡ് ചെയിനിലേക്ക് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫോർത്ത് ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള 4 ചെയിനിലേക്ക് നമ്മൾ ഓരോ ട്രിപ്പിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ 5th ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. 6th ചെയിനിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. 5th, 6th, 7th, 8th ഈ 4 സ്റ്റിച്ചസിലും നമ്മൾ ഓരോ ട്രിപ്പിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 9th സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ 10th സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 11th ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയിനുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് ചെയിനിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ലാസ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. ദെൻ ആ ചെയിനിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യാം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ വർക്ക് നമ്മൾ ടേൺ ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഫോളോ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ഈ സൈഡിലും ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത 4 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ ട്രിപ്പിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 4 സ്റ്റിച്ചിൽ നമുക്ക് ഓരോ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ചെയിനിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ. ദെൻ ലാസ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടില്ലേ, അതിൽ ആണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ലീഫ് ഇവിടെ ഫിനിഷായി. അപ്പോൾ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി യാണ് കട്ട് ചെയ്യാം. അപ്പോൾ യാണ് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ടെയിലെൻഡ് ലീവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൂപ്പിലൂടെ യാണിനെ വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലെഫ്റ്റ് ഓവറായിട്ട് കിടക്കുന്ന യാണിനെ ടാപ്പസ്ട്രി നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തുന്നിക്കൊടുത്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാം. ഒരു സൈഡിലെ എക്സ്ട്രാ യാൺ മാത്രമാണ് നമ്മളിതുപോലെ ടാപ്പസ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേ സൈഡിലുള്ള ആ യാൺ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. കാരണം നമ്മൾ സൺഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലീഫ് അതുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ യാൺ യൂസ് ചെയ്യും. അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. വൺ സൈഡ് മാത്രമാണ് നമ്മളിതുപോലെ ഹൈഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സൺഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ പാർട്ട് നമ്മൾ 2 കളറിൽ ചെയ്തെടുക്കുന്നുണ്ട്, ഗ്രീൻ കളറും ബ്രൗൺ കളറും. ഗ്രീന് ബാക്ക് സൈഡായിട്ടും ബ്രൗണ് ഫ്രണ്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്തെടുക്കാം. മാജിക് സർക്കിൾ ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. അതിനുശേഷം നമ്മൾ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ആണ് റൗണ്ട് 1ൽ ചെയ്യുന്നത്. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, ദെൻ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് ഈ റിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാൺ ഇതുപോലെ വലിച്ചു കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ്ലി വലിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 2 ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ ടോട്ടൽ 12 സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോ ചെയിനിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഒരു ഇൻക്രീസായി. ഇനി രണ്ടാമത്തെ ചെയിനിൽ ഇതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഈ റൗണ്ടിൽ മുഴുവനും എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ റൗണ്ട് 2 ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ റൗണ്ട് 2 കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്യാം. ഇനി ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അത് കഴിഞ്ഞാൽ ഒരു ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മൾ 6 ടൈം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ദെൻ നെക്സ്റ്റ് ചെയിനിൽ ഒരു ഇൻക്രീസ്, അതായത് നെക്സ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അങ്ങനെ 6 പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ റൗണ്ട് 3 കഴിയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചെയിൻ 18 ആയിരിക്കും. അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് 18 ആയിരിക്കും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് റൗണ്ട് 4 ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റൗണ്ട് 4ൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ
അടുത്ത ചെയിനിൽ ഒരു ഇൻക്രീസ്, ദെൻ നെക്സ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേൺ 6 ടൈംസ് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ 24 സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ആദ്യത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, രണ്ടാമത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, മൂന്നാമത്തേൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ 6 ടൈം ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ 2 സിംഗിൾ ക്രോഷ്യ നെക്സ്റ്റ് ചെയിനിൽ ചെയ്യുക, ദെൻ അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ 6 ടൈംസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്കാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ റൗണ്ട് 4 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം ഹുക്കിരിക്കുന്ന ലൂപ്പിലൂടെ യാണിനെ നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സെൻറ്റർ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ കളർ യാണിലും ഇതേ സെയിം പാറ്റേണിൽ ഒരു സെൻറ്റർ പാർട്ടും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ യാൺ എടുക്കാം. എന്നിട്ട് ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്രൗൺ കളറിൽ സെൻറ്റർ പാർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ടാപ്പസ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ട് വരുന്ന യാണിനെ നമുക്ക് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. 2 സെൻറ്റർ പാർട്ടിലും ഇതുപോലെ ചെയ്യാം. ഇനി നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യെല്ലോ കളർ യാൺ എടുക്കാം. അതിനുശേഷം സെൻറ്റർ പാർട്ടിൽ നമ്മൾ ബ്രൗൺ കളറും ഗ്രീൻ കളറും ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ യെല്ലോ കളർ യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരിക. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. ചെയിൻ 1, ദെൻ ചെയിൻ 2. 2 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ചെയിനിലേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ചെയിനിലേക്ക് ആദ്യം നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെയിം ചെയിനിലേക്ക് തന്നെ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഞാൻ ഓവർ ചെയ്യാം. എന്നിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയിൻ 2 ചെയ്യാം. ചെയിൻ 2 ചെയ്തിട്ട് വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അതിനുശേഷം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ സ്റ്റിച്ചസും നമ്മൾ സെയിം ചെയിനിലേക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം 2 ചെയിൻ ചെയ്യാം. ചെയിൻ 2 ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയിനിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെറ്റലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ടോട്ടൽ 12 പെറ്റൽസാണ് ഉണ്ടാവുക. നമുക്ക് ഓരോ പെറ്റലും ഈ സെയിം പാറ്റേണിൽ ചെയ്തെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത അതേ ചെയിനിൽ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1, 2 ചെയ്യുക. അതിനുശേഷം ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ചെയിൻ 2 ചെയ്യുക. അതിനുശേഷം വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതെല്ലാതും നമ്മളൊരു സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചെയിൻ 2 ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെറ്റലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ത്രൂ ഔട്ട് നമുക്ക് പെറ്റൽസ് ചെയ്തെടുക്കാം. ഇനി ചെയിൻ 2 ചെയ്യാം. ഇനി നമ്മൾ അടുത്ത പെറ്റൽ ചെയ്യുന്നത് നെക്സ്റ്റ് ചെയിനിലാണ്. അപ്പോൾ നെക്സ്റ്റ് ചെയിനിലാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ നമുക്കിനി റിപ്പീറ്റായിട്ട് ചെയ്തിട്ട് വരാം. ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 2 ചെയിൻ ആഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് 2 ചെയിന് ആഡ് ചെയ്യാം. അപ്പോൾ ചെയിൻ 2 ചെയ്യാം. അതിനുശേഷം ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ നമുക്ക് 2 ചെയിന് ആഡ് ചെയ്യാം. ചെയിൻ 1, ചെയിൻ 2. ദെൻ അടുത്ത ചെയിനിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ചെയിൻ ആഡ് ചെയ്യാം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ചെയിനിലേക്കാണ്. അപ്പോൾ ഈ പാറ്റേൺ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് 2 പെറ്റൽസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് നമുക്ക് മൈക്രോ ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ 2 സെൻറ്റർ പോർഷൻ ചെയ്തല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫിംഗർ കൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഫിംഗർ കൊണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഹുക്കിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമുക്കിത് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോവും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള 2 പെറ്റലും കൂടി നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറും അതുപോലെ തന്നെ ലീഫും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് യാൺ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്യുമ്പോൾ ഒരു ടെയിൽ ലെൻഡ് ലീവ് ചെയ്യാം. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് വലിച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കീ ചെയിനുമായിട്ട് ഇത് ജോയിൻ ചെയ്യണം. അപ്പോൾ നേരത്തെ ഒരു ലോങ് ടെയിൽ ലീവ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കീ ചെയിൻ്റെ താഴത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ അതുപോലെ ത്രെഡ് നമുക്ക് കോർത്തെടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അതും ഇതും കൂടിയിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് നമ്മൾ കാണാത്ത രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ലീഫാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ലീഫ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു ലോങ് ടെയിൽ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടാപ്പസ്ട്രി നീഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് നീറ്റായിട്ട് അതുപോലെ സ്റ്റിച്ച് അധികം വൃത്തികേടാവാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രീൻ പോർഷനിൽ ചേർത്തിട്ട് നമുക്കിത് തുന്നിക്കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് കാണില്ല. നമ്മുടെ ലീഫ് പെറ്റൽസിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ചൊന്നും വരരുത്. എല്ലാതും ആ ഗ്രീൻ പോർഷനിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് തുന്നിയെടുക്കാൻ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ആ നൂല് അഴിഞ്ഞു പോരാത്ത രീതിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം അവിടെ ഇവിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ നോട്ടുകൾ ഇട്ട് കൊടുക്കാം. പുറത്തേക്ക് കാണാത്ത രീതിയിൽ തുന്നിയെടുക്കുക. അതേപോലെ അഴിഞ്ഞു പോരാത്ത രീതിയിൽ നോട്ട് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കാം.
അപ്പോൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ, ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.